ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ മെയ് മാസം എത്തിയില്ലേ. നമുക്ക് മെയ് മാസം ആയി വെച്ച് നമുക്ക് വീട്ടിൽ എന്തെല്ലാം ചെടികളാണ് നടാൻ പറ്റുക എന്നും അത് എന്തുകൊണ്ടാണ് നമ്മൾ മെയ് മാസത്തിൽ നടുന്നത്, എന്തെല്ലാം ഗുണങ്ങളാണുള്ളത്, അതുപോലെ കൃത്യമായ രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നും മെയ് മാസം ആയതുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ചെടികൾ നടുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ വീഡിയോസ് കാണാം. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് വെണ്ടയ്ക്കയാണ് കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക നമുക്ക് ചൂട് സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കൃഷിയാണ്. അതേപോലെ തന്നെയാണ് പടവളങ്ങ കേട്ടോ. പടവളങ്ങയും അതുപോലെ നമുക്ക് വെള്ളിരിക്ക, അതൊക്കെ നമുക്ക് മെയ് മാസത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. കാരണം നമുക്ക് മെയ് മാസം പറയുമ്പോൾ നമുക്ക് ചൂടും കിട്ടും, അതേപോലെ തന്നെ ഇടയ്ക്ക് മഴയും കിട്ടുന്നൊരു മാസമായതുകൊണ്ട് തന്നെ നമുക്ക് ചെടികളൊക്കെ നടാനും വളർത്താനും ഒക്കെ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മാസം കൂടിയാണ്. അപ്പോൾ തീർച്ചയായും എല്ലാവരും മെയ് മാസം തൊട്ട് തന്നെ നമ്മൾ ചെടികൾ വെച്ച് തുടങ്ങണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലോണം ജൂൺ ജൂലൈയിൽ നല്ലോണം വിളവെടുപ്പ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ നല്ലോണം നമുക്ക് വിത്ത് മുളപ്പിക്കാനോ ഇല്ലെങ്കിൽ അടുത്തുള്ള കൃഷിഭവനിൽ നിന്ന് നമുക്ക് ഇതുപോലെ ചെടികളൊക്കെ വിൽപ്പനയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഇത് നന്നായി വളർത്തിയെടുക്കാൻ വേണ്ടി എന്തെല്ലാം ഫെർട്ടിലൈസറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെയ് മാസത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ചൂട് ഒരുപാട് കൂടുമ്പോൾ നമ്മൾ ചെടികളെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഞാനിവിടെ ചെയ്യുന്നത് പയറാണ് കേട്ടോ. അപ്പോൾ ഇത് വള്ളിപ്പയറാണ്. അപ്പോൾ വള്ളിപ്പയറും ഏറ്റവും നല്ല ഒരു ഇതാണ്. നമുക്ക് മെയ് മാസത്തിൽ വയ്ക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ജൂൺ ജൂലൈ ആകുമ്പോഴേക്കും തന്നെ നല്ലോണം വിളവെടുപ്പ് കിട്ടും കേട്ടോ. കാരണം നമുക്ക് മെയ് അവസാനത്തോളം തന്നെ നമുക്ക് വിളവെടുപ്പ് കിട്ടും. എന്നാലും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് വളരണം വെച്ചാൽ കുറച്ചും കൂടെ ഒരു ജൂൺ ജൂലൈയിലൊക്കെ എത്തുമ്പോഴേക്കും നല്ലോണം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പയർ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ഇത് നല്ലൊരു കൃത്യമായിട്ടുള്ളൊരു സമയമാണ് നമുക്ക് മെയ് മാസം പറയുമ്പോൾ. അപ്പോൾ ആരും വേസ്റ്റ് ചെയ്യാതെ ഈ മെയ് മാസത്തിൽ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ നമുക്ക് രാവിലെയും വൈകുന്നേരം 2 നേരം നമുക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാനുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് ഒരിക്കലും വെള്ളമൊഴിച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെയും വൈകുന്നേരം ഇതുപോലെ 2 നേരം നനച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ചെടി ഒരു അത്യാവശ്യം ഒരു വലുപ്പം വെക്കുമ്പോഴേക്കും തന്നെ നമുക്ക് മഴ പിടിച്ച് കിട്ടുന്നത് കൊണ്ട് തന്നെ ചെടിയുടെ ഗ്രോത്തും അതുപോലെ നല്ലോണം വിളവ് കിട്ടാനും നല്ലോണം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം പയർ നമുക്ക് 2 ആഴ്ചയാകുമ്പോൾ തന്നെ ഇതുപോലെ വള്ളി പിടിച്ച് കയറാൻ തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് പൂക്കളൊക്കെ വന്നാലും അത് കായ് പിടിക്കണമെന്നില്ല. ചെടിയുടെ ഗ്രോത്തിനനുസരിച്ച് മാത്രമേ നല്ല ആരോഗ്യത്തിലുള്ള പയറൊക്കെ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ അടുത്തത് ഇത് പടവളങ്ങയാണ് കേട്ടോ. അപ്പോൾ പടവളങ്ങി ഇതേപോലെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ഒരുപാട് കെയറിങ്ങും കാര്യങ്ങളൊന്നും വേണ്ടാത്തതാണ് പടവളങ്ങ. അപ്പോൾ നമുക്ക് പടവളങ്ങയും ഇതേപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പടവളങ്ങ നമുക്ക് വീട്ടിൽ വാങ്ങിക്കുന്ന പടവളങ്ങയുടെ വിത്തെടുത്ത് വെക്കുകയാണ് വെച്ചാൽ അങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ചീര. അപ്പോൾ ചീരയുടെ വിത്ത് ഇതുപോലെ ഒരു ഗ്രോ ബാഗിൽ പാകി കൊടുത്തതിന് ശേഷം ഇതുപോലെ നല്ലോണം ആരോഗ്യമുള്ള ചീരകൾ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇതേപോലെ ഞാനൊരു ഇതിലാണ് വളർത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഒരു ഇതിൽ ചീര നമ്മൾ വളർത്തിയെടുക്കുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ചീര വളർത്താൻ ഇതുപോലെ ഒരു ചെറിയൊരു പാത്രം ഉണ്ടെങ്കിൽ മതി കേട്ടോ. നമുക്ക് നല്ലോണം ആരോഗ്യത്തോടെയുള്ള ചീര നമുക്ക് കിട്ടും. അതിനു വേണ്ടി ഞാൻ കുറച്ച് ട്രിക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചീരകൃഷി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ചീരകൃഷി ചെയ്യുന്നവരാണെന്ന് വെച്ചാൽ അത് പോയി നോക്കുക. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ നമുക്ക് കയ്പ്പയ്ക്ക കൃഷി. നമ്മൾ കയ്പ്പയ്ക്ക ഞാൻ ഇതെല്ലാം വിത്ത് മുളപ്പിച്ചെടുത്തതാണ് കേട്ടോ. കയ്പ്പയ്ക്കയൊക്കെ നമുക്ക് നന്നായി പഴുത്ത കയ്പ്പയ്ക്ക കിട്ടുകയാണ് വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒന്നാണ് കേട്ടോ അത്. അപ്പോൾ വിത്ത് മുളപ്പിച്ചെടുത്തതാണ്. നമുക്കിതുപോലെ ഒരു ഗ്രോ ബാഗിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്കിതുപോലെ നമുക്ക് വള്ളി പിടിച്ചൊക്കെ കയറാനൊക്കെ തുടങ്ങും കേട്ടോ. അപ്പോൾ കയ്പ്പയ്ക്കയുടെ കാര്യമാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ആദ്യം നമ്മൾ ചെറിയ ചെറിയ കയ്പ്പയ്ക്ക മാത്രമേ വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരിക്കലും അത് വലുതാവില്ല എന്ന് വിചാരിച്ചിട്ട് അതിനെ പറിച്ച് കളയരുത്. കാരണം അതിൻ്റെ ചെടിയുടെ ഗ്രോത്തിനനുസരിച്ച് മാത്രമേ നമുക്ക് കയ്പ്പയ്ക്ക നല്ല വലിപ്പത്തിൽ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ അത് മാത്രമല്ല അതിൽ കുറച്ച് ഫെർട്ടിലൈസർ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എനിക്കിത് പറയുകയെന്ന് വെച്ചാൽ ഒരുപാട് ടൈം കൂടിപ്പോവും. അപ്പോൾ ഞാൻ മെയ് മാസത്തിൽ എന്തെല്ലാം കൃഷികളാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ മാത്രമാണ് ഞാൻ ഈ ചാനലിൽ ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ
വെള്ളരിക്ക കൃഷി. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ മെയ് മാസം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് തക്കാളി ചെടിയാണ്. തക്കാളി ചെടി ഒരിക്കലും നമുക്ക് ചൂട് സമയത്ത് നല്ല സക്സസ് ആയി കിട്ടണം എന്ന് ഉറപ്പ് പറയില്ല. കാരണം നമുക്ക് ചൂട് ഒരുപാടാവുന്ന സമയത്ത് ചെടി പെട്ടെന്ന് തന്നെ വാടിപ്പോവാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമ്മളത് നല്ലോണം ഒരു നിഴലുള്ള ഭാഗത്ത് വെക്കണം. ഒരുപാട് ചൂടുള്ളത് ഭാഗത്ത് വെക്കരുത് തക്കാളി ഒരിക്കലും. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും തക്കാളി നമ്മൾ വെക്കുന്ന സമയത്ത് ഇതേപോലെ ആദ്യം അതിൽ നിന്ന് വരുന്ന പൂക്കൾ പൊട്ടിച്ച് കളയണ കാര്യം ശ്രദ്ധിക്കാനുണ്ട്. അതേപോലെ തന്നെ അടിയിലുള്ള ഇലകൾ നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കളയാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സുഡോമോണസ് നമുക്ക് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമുക്കിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് തക്കാളിക്ക് മാത്രമല്ല, നമ്മൾ വെണ്ടയ്ക്കയിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കാരണം നമുക്ക് പെട്ടെന്ന് രോഗങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് തക്കാളി ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് വെള്ളരിക്ക, അതിലൊക്കെ പെട്ടെന്ന് ഇലകൾ നമുക്ക് കേടുവരാനും പുഴുക്കടികളൊക്കെ വരാനും കൂടുതൽ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്കയുടെ ഇലകളിലൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കാവുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് മാത്രമല്ല, നമുക്ക് പൂക്കളൊക്കെ നന്നായി കായ്ക്കാനും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ പെട്ടെന്ന് തന്നെ ഇലകൾ നമുക്ക് പുഴുക്കടി വരാനും അതുപോലെ പെട്ടെന്ന് കേടുവരാനും ചാൻസ് ഉള്ളതാണ് കേട്ടോ. ചീരയിൽ അതുപോലെ തന്നെ പയറിൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമ്മളിത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ ചെയ്യണം വെച്ചാൽ നമുക്കൊരു രോഗവും ഇല്ലാതെ നല്ലോണം ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മെയ് മാസത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കൃഷികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ചാനൽ കാണുക. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ കൃഷി എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇതേപോലെ വഴുതനങ്ങയൊക്കെ നമുക്ക് വീട്ടിൽ ഈ മെയ് മാസത്തിലൊക്കെ വെക്കുകയാണെന്ന് വെച്ചാൽ നല്ലോണം ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. കാരണം നമുക്ക് മെയ് മാസം പറയുമ്പോൾ നമുക്ക് ചൂട് മാത്രമല്ല, അതിലിടയ്ക്ക് മഴയും കൂടി കിട്ടുന്നത് കൊണ്ട് ചെടികളുടെ ആരോഗ്യത്തിനും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വളരാനും പൂക്കാനും എല്ലാത്തിനും വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചെടികളൊക്കെ വെച്ച് തുടങ്ങുക. അപ്പം നമുക്ക് ഈ മഴക്കാലത്ത് നമുക്ക് പച്ചക്കറികളുടെയൊക്കെ വില കൂടുന്ന ഒരു ടൈം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ അത്യാവശ്യം വേണ്ട പച്ചക്കറികളെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യണം വെച്ചാൽ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ തീർച്ചയായും എല്ലാവരും കണ്ടു നോക്കുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നാടൻ വെണ്ടയ്ക്കയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വെണ്ടയ്ക്കയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഹൈറ്റ് പോവാതെ തന്നെ നമുക്ക് നല്ല ആരോഗ്യത്തോടെയുള്ള നല്ല വലിപ്പത്തിലുള്ള വെണ്ടയ്ക്ക കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ മൂത്ത് പോവില്ല. നമുക്ക് വേറെ ടൈപ്പിലുള്ള വെണ്ടയ്ക്ക ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മൂത്ത് പോകാനും ചെടി ഒരുപാട് ഉയരത്തിലൊക്കെ പോകാനൊക്കെ ഒരുപാട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും വെക്കുമ്പോൾ ഇതേപോലെ നാടൻ വെണ്ടയ്ക്ക തന്നെ വെക്കാൻ നോക്കുക കേട്ടോ. അതാണ് നമുക്ക് വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു വെണ്ടയ്ക്ക. അതേപോലെ തന്നെയാണ് നമുക്ക് കയ്പ്പയ്ക്ക കൃഷി ചെയ്യുകയാണെങ്കിലും. അപ്പോൾ കയ്പ്പയ്ക്ക നമ്മൾ വിത്തെടുക്കുന്ന സമയത്ത് നല്ല ആരോഗ്യമുള്ള കയ്പ്പയ്ക്കയിൽ നിന്ന് അതിനെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചീരയൊക്കെ ഇതേപോലെ നമുക്ക് 45 ദിവസം ആകുമ്പോഴേക്ക് വിളവെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മെയ് മാസത്തിൽ അപ്പോൾ ഇത് മാത്രമല്ല, നമുക്ക് കഴിയുന്നതെല്ലാം ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.